നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് വീഴ്ചയിൽ പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആഞ്ഞടിച്ച് ഹൈക്കോടതി. റാമിനെ രക്ഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗൂഢാലോചനയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും കോടതി. നിതിന്റെ മരണത്തിലെ ലോണാപ്പ് കേസിലെ പ്രതികളെ പിടികൂടിയപ്പോൾ ചട്ടങ്ങൾ പാലിച്ച പോലീസ് റാമിന്റെ കാര്യത്തിൽ അത് ചെയ്തില്ല. എന്തിനാണ് ഇങ്ങനെയൊരു പോലീസ് എന്ന് ചോദിച്ച കോടതി പ്രോസിക്യൂഷനെ നിർത്തിപ്പൊരിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വൈകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിതിന്റെ കുടുംബം നൽകിയ ഒരു പെറ്റീഷനാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. ഈ പെറ്റീഷൻ പരിഗണിക്കവെയാണ് ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളിലെ വീഴ്ചയിൽ ഹൈക്കോടതി പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പ്രതിയെ പിടികൂടാൻ, ഡോക്ടർ റാമിനെ പിടികൂടാൻ പോലീസ് ഒരു നടപടിയും ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നില്ല. പ്രതിക്കൊപ്പം നടക്കുകയാണ് പോലീസ് ചെയ്തത്. പ്രതിയുടെ പണവും ആനുകൂല്യവും പറ്റി നടക്കുകയായിരുന്നു പോലീസ്. ഏറ്റവും ഒടുവിൽ എല്ലാ നിയമ സംവിധാനങ്ങളും ഈ റാമിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ ഘട്ടത്തിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഡിവൈഎസ്പി ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു അറസ്റ്റ് നടത്തുന്നത് എന്ന കാര്യം കോടതി ചോദിച്ചു. കാരണം ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോടതിക്ക് മുന്നിലേക്ക് വന്നത്. ആ വിഷയത്തിലാണ് രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് എന്ന കാര്യം കോടതി ചോദിച്ചു. ഇതോടൊപ്പം ഡിവൈഎസ്പി മാത്രമല്ല, മറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ റാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളിൽ പങ്കാളിയാണ് എന്ന വിമർശനം കോടതി മുന്നോട്ട് വെച്ചു. ഇതിൽ അന്വേഷണം വേണം, ബിഗ് ഗൺസ് പുറത്തു വരണം, വിശദമായിട്ടുള്ളൊരു എൻക്വയറി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കോടതി ഇതിൽ സ്റ്റെപ്പ് എടുക്കും എന്ന മുന്നറിയിപ്പ് കൂടി കോടതി പോലീസിനും സർക്കാരിനും നൽകിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഓഫ് ദ സ്റ്റേറ്റ് എന്നതാണ് കോടതി പ്രധാനമായും ഈ വിഷയം പരിഗണിക്കവേ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. പണക്കാരെ രക്ഷിക്കാനാണ് ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. പോലീസ് ആർക്കൊപ്പമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായി കാണില്ല എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, കോടതി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പുതിയ ടീമിനെ നിയോഗിക്കുകയാണ്. അത് ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഡിവൈഎസ്പി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. റാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രക്ഷപ്പെടാനുള്ള പഴുത് പോലീസ് ഒരുക്കി നൽകി എന്ന കാര്യവും കോടതി പറഞ്ഞു. ഇതോടൊപ്പം പണമുള്ളവർക്ക് ഹുങ്ക് ഉപയോഗിച്ച് എന്തും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് നാട്ടിൽ എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേസ് വെള്ളിയാഴ്ചയിലേക്ക് കോടതി മാറ്റിയിരിക്കുകയാണ്. മുൻപ് മറ്റൊരു കേസ് ഇതേ ബെഞ്ച് തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം കോടതിക്ക് മുന്നിലേക്ക് വന്ന് കോടതി അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് അന്ന് സുപ്രീം കോടതി റാമിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ ഘട്ടത്തിലായിരുന്നു ആ വിമർശനം. എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന കാര്യമാണ് കോടതി ചോദിച്ചത്. അന്ന് ADGP വെങ്കടേഷിനെതിരെ അടക്കം വിമർശനം നീണ്ടു. മാത്രമല്ല, കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയുമെന്ന കാര്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമായി ഉണ്ടായി. ഇരട്ട നീതിയാണ് പോലീസിന് എന്ന വിമർശനവും ഉണ്ടായി. അതിനൊക്കെ ശേഷമാണ് പിന്നീട് അറസ്റ്റ് ഉണ്ടായപ്പോൾ വീഴ്ചയുണ്ടാവുകയും അതിനുശേഷം കോടതിയുടെ ഇപ്പോഴുള്ള വിമർശനം വരികയും ചെയ്തിട്ടുള്ളത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.